മുഖത്ത് ഇങ്ങനെ തെരിതെരിയായിട്ടുള്ള വൈറ്റ് ഹെഡ്സ് ഒരു മിക്കവർക്കുള്ള പ്രശ്നമാണല്ലേ. എനിക്ക് എൻ്റെ മൂക്കിൻ്റെ സൈഡിലായിട്ട് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ കൈവച്ച് ഇങ്ങനെ ഞെക്കി കളയാറുണ്ട്. പക്ഷെ അങ്ങനെ ഞെക്കി കളയുമ്പോൾ വീണ്ടും കുറേ വന്നതുപോലെ എനിക്ക് തോന്നിയേട്ടാ. പിന്നെ ഞാൻ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ കുറവ് എനിക്ക് തോന്നിയേട്ടാ. അപ്പോൾ ആ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ അതൊക്കെ എന്താണ് ആ ടിപ്പ് എന്ന് കണ്ടിട്ടെന്നല്ല. അപ്പോൾ നമുക്ക് ഈ റെമഡിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. എല്ലാവരുടെയും കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കാശ് കൊടുത്ത് പ്രത്യേകിച്ച് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി 1 സ്പൂൺ എടുക്കുക കേട്ടോ. ഇനി അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല കട്ട തൈരാണ് കേട്ടോ. നല്ല പുളിയുള്ള നല്ല കട്ട തൈര് എടുക്കുക കേട്ടോ. അപ്പോൾ അതും 1 സ്പൂൺ എടുക്കുക കേട്ടോ. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിലെന്ന് പറഞ്ഞാൽ പിമ്പിൾസ് കുറവായതുകൊണ്ട് തന്നെ വൈറ്റ് ഹെഡ്സൊക്കെ അത്ര അധികം ഇല്ല കേട്ടോ. പിന്നെ ഈ മൂക്കിൻ്റെ സൈഡിലാണ് എനിക്ക് കൂടുതലായിട്ടും നേരത്തെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ അമർത്തി ഇങ്ങനെ കളയാൻ നോക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ കളയുമ്പോൾ എനിക്ക് പിന്നെയും കുറേ കൂടി വന്ന പോലെ തോന്നി കേട്ടോ. പിന്നെ ഞാൻ ഇതേപോലെ തന്നെ സ്ക്രബൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നന്നായിട്ട് കുറഞ്ഞത് കേട്ടോ. പിന്നെ ഈ ഒരു ടിപ്പ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഫേസിൽ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഫേസിൽ ഇപ്പോൾ വൈറ്റ് ഹെഡ്സ് ഉള്ളിടത്ത് മാത്രമല്ല കേട്ടോ, ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അരിപ്പൊടി എടുക്കുമ്പോൾ കുറച്ചൊന്ന് തരി ആയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് എടുക്കണം കേട്ടോ. എന്നാലും കുറച്ചൊരു നമുക്കൊരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. എന്ന് വിചാരിച്ച് ഭയങ്കര കട്ട പോലെ ഒന്നുമല്ല, തരി ആയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അങ്ങനത്തെ എടുക്കണം കേട്ടോ. അപ്പോൾ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം വൈറ്റ് ഹെഡ്സ് കൂടുതൽ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കറിയാമല്ലോ, തൈരാണെങ്കിലും അരിപ്പൊടിയാണെങ്കിലും നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് തന്നെ ക്ലീൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ തൈരിലാണെങ്കിൽ ലാക്റ്റിക് ആസിഡൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസിനെയും പിന്നെ അഴുക്കിനെയൊക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്യാനും പിമ്പിൾസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അരിപ്പൊടിയാണെങ്കിലും അതെ, നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്ന് ലൈറ്റൻ ആവാനായിട്ടും നല്ലൊരു ക്ലെൻസർ കൂടിയാണ്. 2 മിനിറ്റ് വൈറ്റ് ഹെഡ്സ് ഉള്ള അവിടത്തൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ഞാനിപ്പോൾ വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം നേരം ഫേസിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു റിസൾട്ട് കേട്ടോ. മൂക്കിൻ്റെ ആ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 തവണ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ. നല്ല എഫക്റ്റീവ് ആണ്, നല്ല റിസൾട്ട് ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബായ്.